കപ്പൽ ഇപ്പോൾ ഇന്ത്യൻ ഓഷനിലൂടെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും സിംഗപ്പൂരിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഓപ്പൺ സീയിലായിരിക്കുമ്പോൾ കപ്പൽ ഓട്ടോ പൈലറ്റ് മോഡിലായിരിക്കും. പൈലറ്റ് ഏജിലോ റഫ് വെതറോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാഫിക് ഉണ്ടായിരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഹാൻഡ് സ്റ്റിയറിംഗ് യൂസ് ചെയ്യാറ്. ഇനി എങ്ങനെയാണ് ഹാൻഡ് സ്റ്റിയറിംഗ് യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. അതിനു മുമ്പേ നമ്മൾ നാവിഗേഷൻ യൂസ് ചെയ്യുന്ന കുറച്ച് എക്യുപ്മെന്റ്സ് കാണിച്ചു തരാം. ഇതാണ് എഗ്ഡിസ്. ഇത് ഗൂഗിൾ മാപ്സ് പോലെയാണ്. പണ്ട് കാലങ്ങളിൽ നമ്മൾ ചാർട്ടായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാം ഡിജിറ്റൽ ആയ കാരണം നമ്മൾ എഗ്ഡിസ് ആണ് യൂസ്. ഇതാണ് റേഡാറിന്റെ സ്ക്രീൻ. നമ്മുടെ കപ്പലിന് ചുറ്റുമുള്ള മറ്റേ കപ്പലിന്റെ മൂവ്മെന്റ്സ് ഒക്കെ ഇതിലൂടെയാണ് നമ്മൾ അറിയുന്നത്. ഇതാണ് കപ്പലിന്റെ സ്റ്റിയറിംഗ് വീൽ. ഇതാണ് ടെലിഗ്രാഫ്. ഇതിലൂടെയാണ് കപ്പലിന്റെ സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ ചെയ്യുന്നത്. കപ്പൽ ഹാൻഡ് സ്റ്റിയറിംഗ് ചെയ്യുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇൻഡിക്കേറ്റേഴ്സുകളാണിത്. ഏബിൾ ബോഡിഡ് സീമാൻ അഥവാ AB അവരുടെ ഡ്യൂട്ടിയാണ് കപ്പലിലെ ഹാൻഡ് സ്റ്റിയറിംഗ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമുക്ക് ഹാൻഡ് സ്റ്റിയറിംഗ് മോഡിലേക്ക് ഇടാം. എഗ്ഡിസ് പ്രകാരം കപ്പലിന് പോകേണ്ട ഡയറക്ഷൻ 0-9 ആണ്. അപ്പോൾ നമ്മുടെ കപ്പലിനെ ആ 0-9 തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. കപ്പൽ ഒഴുക്കും കാറ്റും ഒക്കെ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ ചാൻസസ് ഉണ്ട്. അതിനനുസരിച്ച് നമ്മൾ സ്റ്റിയറിംഗ് ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് 0-9 തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. സാധാരണഗതിയിൽ ഓപ്പൺ സീലായിരിക്കുന്ന സമയത്ത് വലിയ വ്യത്യാസങ്ങളൊന്നും വരാറില്ല. റഫ് വെതറോ പൈലറ്റ് ഏജോ ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഹാൻഡ് സ്റ്റിയറിംഗ് ഒരുപാട് ചെയ്യേണ്ടി വരുന്നത്.